കായംകുളം നഗരസഭ കഴിഞ്ഞ 10 വർഷമായി അങ്ങയുടെ കക്ഷി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇത്തവണ സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. അതിനെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ വീഴ്ച വന്നതാണോ? എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലുള്ള വീഴ്ചയാണെന്ന് പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയില്ല എന്ന് ഞാൻ എടുത്തു പറയാനുള്ള ഒരു പ്രധാന കാരണം, ഏറ്റവും നമ്മളൊരു വികസനം നടത്തുമ്പോൾ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ഏറ്റവും ദരിദ്രനായിട്ടുള്ള ആളിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ എന്നാണ് മഹാത്മാഗാന്ധിയുടെ വികസന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഈ കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പാക്കിയത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആ പദ്ധതി നടപ്പാക്കുമ്പോൾ കായംകുളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പ്രൊഫസർ MR രാജശേഖരൻ ചെയർമാനായിട്ടുള്ള കാലയളവിലാണ് ഇവിടെ ജനകീയാസൂത്രണ പദ്ധതി നടപ്പാക്കുന്നത്. ആ ജനകീയാസൂത്രണ പദ്ധതിയിലൂടെയാണ് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കുമെല്ലാം അധികാരം കൈവരുന്നത്. അതിനു മുമ്പ് നഗരസഭകളും പഞ്ചായത്തുകളും ഒക്കെ നാമമാത്രമായ പരിമിതമായ അധികാര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും ഒട്ടനവധി അധികാരങ്ങൾ ഈ അധികാര വികേന്ദ്രീകരണത്തിലൂടെ ലഭിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഗ്രാമസഭകൾ സജീവമാകുന്നത്, ഈ നാടിൻ്റെ മുഖച്ഛായ മാറുന്നത്. എല്ലാം ആ ജനകീയാസൂത്രണത്തിലൂടെയാണ്. ആ ജനകീയാസൂത്രണ പദ്ധതി ഇപ്പോഴും തുടരുകയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലഘട്ടത്തിൽ ഇപ്പം അധികാരമൊഴിഞ്ഞ നഗരസഭയുടെ കാലഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത്. 64,000-ലധികം ആളുകൾ വിവിധ ആവശ്യങ്ങൾ അവർക്ക് നിറവേറ്റപ്പെടാനുണ്ടായിരുന്നു ഈ സംസ്ഥാനത്ത്. സ്വന്തമായി വീടില്ലാത്തവർ, വാസയോഗ്യമല്ലാത്ത വീടിൽ താമസിക്കുന്നവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, മരുന്നിന് വകയില്ലാത്തവർ, ഇങ്ങനെ നിരവധിയാർന്ന ആവശ്യങ്ങളുള്ള 64,000-ലധികം ആളുകളെ കേരള സംസ്ഥാനത്ത് ലിസ്റ്റ് ചെയ്തപ്പോൾ 199 ആളുകൾ കായംകുളം നഗരസഭയിലും വിവിധ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ട ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുത്തി ഈ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്രമില്ലാത്ത നഗരസഭയായി കായംകുളം നഗരസഭയെ മാറി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളുടെ വികസനമാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന നിലയിൽ ആ കാഴ്ചപ്പാടിലാണ് കായംകുളം നഗരസഭയും ആ വികസന പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടത്. അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ കായംകുളം നഗരസഭയിൽ ഈ കാലഘട്ടത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 14 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. കോൺഗ്രസിനും UDFനും 19 സീറ്റിൽ വിജയിച്ചു. അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തോൽവിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ മത്സരിച്ച വാർഡ് നഗരസഭ 28-ാം വാർഡാണ്. ആ നഗരസഭ 28-ാം വാർഡിൽ എനിക്കെതിരെ ഒന്നാമതായി എൻ്റെ മുഖ്യ എതിരാളിയായി വരേണ്ടത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് വരേണ്ടത്. എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ നിർത്തി BJPയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുക എന്നുള്ള അജണ്ട അവിടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ തയ്യാറാക്കി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വെറും 50 വോട്ടുകൾക്ക് ഒതുങ്ങി. BJP ആകട്ടെ 300-ലധികം വോട്ടുകൾ BJP നേടി. കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ അവിടെ രാത്രി എന്നില്ല പകലെന്നില്ലാതെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി വോട്ട് പിടിച്ചു എൻ്റെ വാർഡിൽ. അതുപോലെ തന്നെ നഗരസഭ 18-ാം വാർഡ് CPIMൻ്റെ ശക്തമായൊരു വാർഡാണ് പെരിങ്ങാലയിലെ 18-ാം വാർഡ്. ആ 18-ാം വാർഡിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പോലും ഇല്ലായിരുന്നു. ദേശീയ പാർട്ടി എന്ന നിലയിൽ ഈ BJPയെയും സംഘപരിവാറിനെയും എതിർക്കുന്നതിന് വേണ്ടി മുഖ്യമായ റോള് വഹിക്കേണ്ട കോൺഗ്രസിന് 18-ാം വാർഡ് പോലെയുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥി പോലും ഇല്ല എന്ന് പറയുമ്പോൾ BJPയെ പരസ്യമായി സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. 10 വാർഡുകളിൽ BJPയും കോൺഗ്രസുമായി വലിയ രൂപത്തിലുള്ള അന്തർധാര ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായി മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് BJPയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നാലും CPMനെ എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒട്ടേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ
ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യമാണ്. അത് വെറുതെ ഒന്നുമല്ല, അതിനെ നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല. 5 മാസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോൺഗ്രസിൻ്റെ ജീവൻ മരണ പോരാട്ടം എന്ന നിലയിൽ അവർക്ക് മറ്റൊന്നും പറയാനില്ല. കേരളത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളോ ഒന്നും കോൺഗ്രസ്സിന് പറയാനില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കേവലം 32 ലക്ഷം പേർക്ക് 600 രൂപ വെച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു UDFൻ്റെ ഗവൺമെൻറ്, ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ളത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് അധികാരത്തിൽ വന്നാൽ അത് 1000 രൂപയായി വർദ്ധിപ്പിച്ച് കുടിശ്ശിക അടക്കം ജനങ്ങൾക്ക് നൽകുമെന്ന് പറയുകയും അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി ആ 1000 രൂപയെ വർദ്ധിപ്പിച്ച് കുടിശ്ശിക അടക്കം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയും, എന്നാൽ ഇടക്കാലത്ത് 5 മാസക്കാലം അത് കുടിശ്ശിക ആയപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് കൊടുക്കേണ്ട യഥാർത്ഥമായിട്ടുള്ള വിഹിതം, നൽകേണ്ട വിഹിതം കേരളത്തിന് നൽകാതെ വന്നപ്പോൾ സ്വാഭാവികമായും 5 മാസക്കാലം ആ പെൻഷൻ കുടിശ്ശികയായപ്പോൾ കേരളത്തിൽ നടന്ന കോലാഹലങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് വലിയ പരാജയവും തിരിച്ചടിയും ഉണ്ടായി. എന്നാൽ അതിനുശേഷം ആ പെൻഷൻ 64 ലക്ഷം പേർക്ക്, ഇന്ന് അതിലധികം ആളുകൾ അത് വാങ്ങുന്നുണ്ട്. അത് കൃത്യമായി അത് വർദ്ധിപ്പിച്ച് 1600 എന്നുള്ളത് 2000 രൂപയെ വർദ്ധിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹത്തായ കാര്യമാണ്. അതുപോലെ തന്നെ 35നും 60നും ഇടയിൽ പ്രായമുള്ള മറ്റു വരുമാനമില്ലാത്ത വീട്ടമ്മമാർക്ക് അവർക്ക് 1000 രൂപ വീതം, അതുകൊണ്ട് 35 ലക്ഷത്തോളം ആളുകൾക്കാണ് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്. അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അത് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് BJPയുമായി ചേർന്നായിരുന്നാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരം പിടിക്കുക എന്നുള്ളതാണ് UDFൻ്റെ ഒരു പ്രഖ്യാപിത നയം. അതാണല്ലോ തൃശ്ശൂരിൽ മറ്റത്തൂരിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് കായംകുളം നഗരസഭയിൽ മാത്രമല്ല, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവും BJP നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വല്ലാത്ത, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വല്ലാത്ത രൂപത്തിലുള്ള ഒരു അന്തർധാര രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഈ അന്തർധാര ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ കേരളത്തിൽ പോലും പാലക്കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണം അത് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. സംഘപരിവാർ എന്താണെന്ന്, സംഘപരിവാർ രാഷ്ട്രീയത്തെ എക്കാലവും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു പ്രസ്ഥാനം CPIMഉം ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. അതിന് ഏറ്റവും വലിയ ശക്തി സ്രോതസ് കേരളത്തിലെ ഇടതുപക്ഷവും CPIMഉമാണ്. അതിനകത്ത് ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് വളരെ ശക്തമാണ്. അത് കേവലം അധികാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് വളരെ അസന്നിഗ്ധമായി പറയാൻ കഴിയും.